പുരുഷന്മാർക്ക് സകല വശ്യത്തിനും സകല ആഗ്രഹസിദ്ധിക്കുമൊക്കെ ആയിട്ട് പുരുഷന്മാർക്ക് സാധിക്കുന്ന ഒരു യന്ത്രമാണ് പഞ്ചമനോഭാവ യന്ത്രം എന്ന് പറയും. ഈ പഞ്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 5 മനോഭാവ യന്ത്രം നമ്മുടെ സകല സമ്പദ് സമൃദ്ധികളും ലഭിക്കാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ സർവകാര്യസിദ്ധിക്കും, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ആഗ്രഹിച്ച സ്ത്രീകളെ വശപ്പെടുത്തുന്നതിന് ഒക്കെ നമുക്ക് ഈ പഞ്ചമനോഭാവ യന്ത്രം സ്വർണ്ണ തകിടിൽ വേണം എഴുതാനായിട്ട്. സ്വർണ്ണ തകിടിൽ, അത് ചെമ്പിലോ വെള്ളിയിലോ എഴുതിയാൽ അതിൻ്റെ ബലമൊന്നും ഉത്തമമായിട്ട് കിട്ടുന്നതല്ല. സ്വർണ്ണ തകിടിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തിനെയാണ് നമുക്ക് ആകർഷിക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ബിസിനസ്സിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്താണോ ഏതെങ്കിലും വ്യക്തികളെയാണോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സകല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്വായത്തമാക്കാനായിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ത്രീജനങ്ങളെ നമുക്ക് സന്തോഷകരമായിട്ട് കാണുന്നതിനും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ വളരെയേറെ വിജയത്തിനൊക്കെ ആയിട്ട് ഈ പഞ്ച മനോഭാവ യന്ത്രം നമുക്ക് സ്വർണ്ണ തകിടിൽ വിധിയാവണ്ണം എഴുതി അത് ആഭരണത്തിൻ്റെ കൂടെ ആഭരണങ്ങളുടെ അകത്താക്കിയിട്ട് ധരിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കുന്നതാണ്. പക്ഷേ അത് പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധിയാമണ്ണം എഴുതുന്ന സമയത്ത് ചെമ്പ് തകിടിലോ വെള്ളിത്തകിടിലോ അല്ല, സ്വർണ്ണ തകിടിലാണ് എഴുതേണ്ടത്. അത് ചിലവേറിയൊരു കാര്യം തന്നെയാണ്. സ്വർണ്ണ തകിടിലത് എഴുതി നമ്മൾ ധരിക്കുകയാണെങ്കിൽ സൽസന്താനങ്ങളോടുകൂടി കുടുംബജീവിതം പോലും നമുക്ക് സുഖപ്രദമായിട്ട് തീരുന്നതാണ്.